ഒരു അപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്തേക്കുന്ന മെറ്റീരിയൽസ് ഇങ്ങനെ ഷോ ഓഫ് ചെയ്യുന്ന ഒരു കമ്പനി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് ഈ അപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്തേക്കുന്ന എല്ലാ സാധനങ്ങളും. ഇപ്പോൾ കിച്ചൺ ക്യാബിനറ്റിൽ എന്താണ് യൂസ് ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ ജനറൽ ഫ്ലോറിങ്ങിൽ എന്താണ് യൂസ് ചെയ്തേക്കുന്നത്, മാസ്റ്റർ ബാത്റൂമിൽ എന്താണ് യൂസ് ചെയ്തേക്കുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഇനി നമുക്ക് ഷോ അപ്പാർട്ട്മെന്റ് നോക്കി നോക്കാം. സോ ഇതാണ് ഷോ അപ്പാർട്ട്മെന്റ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്ര ക്വാളിറ്റി ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് കിച്ചൺ ഇത്രയും സ്പേസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ മെറ്റീരിയൽ യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ ക്യാബിനറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ ഫ്രിഡ്ജ് നോക്കിയാൽ ഇൻബിൽറ്റ് ആണ്. അതുപോലെ തന്നെ ഇത്രയും സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഡൈനിങ് ഏരിയ, അതുപോലെ തന്നെ ലിവിങ് ഏരിയ, പിന്നെ നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലായിരിക്കും കിട്ടുന്നത്. കംപ്ലീറ്റ് ഗ്രീനറി ആയിരിക്കും, ഈ ഒരു ലെവലിലായിരിക്കും ഇതിൻ്റെ വന്നിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് റൂംസ് നോക്കാം. അതുപോലെ തന്നെ ഇതൊരു ചെറിയ പൗഡർ റൂമാണ്. പക്ഷേ പൗഡർ റൂം നോർമലി നോക്കി കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് ഒരിക്കലും വരത്തില്ല. പക്ഷേ ഇവർ അത്യാവശ്യം നല്ല സ്പേസ് തരുന്ന ഒരു പൗഡർ റൂമാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ബെഡ്റൂം നോക്കാം. ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാക്കിംഗ് ക്ലോസറ്റ് ആണ്. അതുപോലെ തന്നെ ബാത്റൂം ഉണ്ടാവും. ഈ ബാത്റൂമിനകത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇതായിരിക്കും നിങ്ങളുടെ റൂം വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഞാൻ ഈ സ്പേഷ്യസ് കണ്ടിട്ടില്ല. മൊത്തത്തിൽ 2 ബെഡ്റൂം വരുന്നതെന്ന് പറഞ്ഞാൽ 1200 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. സോ അതേ കണക്കുള്ളതാണ് ഇവിടെയും വന്ന് നോക്കാം. മാസ്റ്റർ ബെഡ്റൂം ആണ് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. അത്രയും ബാത്റൂമിൽ തന്നെ വീണ്ടും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ വാക്കിംഗ് ക്ലോസറ്റ് വരുന്നുണ്ട്. അതേ കണക്ക് തന്നെ എന്താണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാൽക്കണിയിൽ അത്യാവശ്യം നല്ല വ്യൂ ആയിരിക്കും വരുന്നത്. മൊത്തത്തിൽ ഗ്രീനറി ആയിട്ടുള്ളതായിരിക്കും വരുന്നത്. സോ ഗ്രീനറി കമ്മ്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്തൊന്നും അങ്ങനത്തെ കമ്മ്യൂണിറ്റി ഇല്ല. റെയർ ആയിട്ട് മാത്രമേ ഉള്ളൂ. ബരാരി നിങ്ങൾക്കറിയാം എന്തോ ഒരു അപ്രിസിയേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത അപ്രിസിയേഷൻ വരാനുള്ളതാണ് ശോഭ റിസർവ്. അത് കഴിഞ്ഞ അപ്രിസിയേഷൻ വരാനുള്ളതാണ് ഇത്. ഇതേപോലെ ഇതിന്റെ മുമ്പത്തെ പ്രൊജക്ട് അപ്രിസിയേഷൻ നല്ല ഹെവി അപ്രിസിയേഷൻ ആയിരുന്നു. തിലാൽ ഗാഫിൽ 1.3 മില്യണിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 3.5 മില്യൺ വരെ റീച്ച് ആയിട്ടുള്ളതാണ്. സോ ഇത് അങ്ങനെ അപ്രിസിയേഷൻ കിട്ടുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ഈ പ്രൊജക്ട് എന്ന് പറയുന്നത്.